ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു ഡ്രീം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനൊരു വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം പൗഡർ ഞാനൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിനുശേഷം ഇത് നന്നായി പൊടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലംസ് എല്ലാം തന്നെ പൊടിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രീൻസ് ഫൈൻ കൺസിസ്റ്റൻസി കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 100 ml പാൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബീറ്ററോ വിസ്കറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഗ്രൈൻഡറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഗ്രൈൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് മുന്നേ തന്നെ ഞാനിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം ഞാനിത് നല്ലോണം മിക്സിയിൽ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് എടുത്ത് അതിലേക്ക് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്യുന്ന വഴി നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഇത് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് കിട്ടും. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളിത് ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം വെക്കും. ആ വെള്ളം തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും വിപ്പിംഗ് ക്രീമും ഉള്ള ഒരു പ്ലേറ്റ് ഉണ്ടാവുമല്ലോ, ആ പ്ലേറ്റ് നമ്മൾ ഇതോടുകൂടി ആ തിളക്കുന്ന വെള്ളത്തിൽ ഇറക്കി വെക്കും. അപ്പോൾ ഇത് നന്നായി ഡയറക്റ്റ് ഹീറ്റ് ആവില്ല, പക്ഷേ തിളക്കുന്ന വെള്ളം വഴി ചോക്ലേറ്റ് മെൽറ്റ് ആവുകയും ചെയ്യും. നമുക്ക് അങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് കിട്ടി. അപ്പോൾ ഇത് നന്നായി ഞാൻ ബീറ്ററോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒരു ഡയറക്ഷനിൽ ഇളകി കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ആ ഒരു നല്ല അതിൻ്റെ ഒരു ചോക്ലേറ്റ് ഗനാഷിനൊരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമ്മളെ നന്നായി ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കൂടി മെൽട്ടായി കിട്ടിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ എന്നിട്ട് ഇത് ഒരേ ഡയറക്ഷനിൽ സ്പൂൺ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതങ്ങനെ കുറച്ച് നേരം ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കേക്കിൻ്റെ ലോവസ്റ്റ് ലെയർ ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എലൈറ്റിൻ്റെ ഒരു കേക്കാണ് എടുത്തിട്ടുള്ളത്. ആ എലൈറ്റിൻ്റെ കേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലോവസ്റ്റ് ലെയർ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇത് കുറച്ച് ഷുഗർ സിറപ്പാണ് കേട്ടോ. ഈ ഷുഗർ സിറപ്പ് ഞാൻ പാലും കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഷുഗർ സിറപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ആ ഒരു മിക്സ് ഞാൻ കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്ക് ഇതിൽ നല്ലവണ്ണം സോക്കായി കഴിഞ്ഞാൽ നമുക്ക് ലോവസ്റ്റ് ലെയർ ഓഫ് ദ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ, കേക്ക് നന്നായി ഈ ഷുഗർ സിറപ്പും മിൽക്കും ഗനാഷും കൂടി മിക്സ് ചെയ്തതിലേക്ക് നല്ലോണം തന്നെ കേക്ക് സോക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്ത ലെയറായ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷും കൂടി മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ലെയർ ഞാൻ ഇടുവാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനൽ ലെയറായി കുറച്ച് ഡാർക്ക് കോമ്പൗണ്ടും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫൈനൽ ലെയറായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ സിഗ്നേച്ചർ ലെയറാണല്ലോ, ഏറ്റവും മുകളിലത്തെ ലെയർ. അത് ഞാൻ കൊടുത്തു. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ കുറച്ച് കൊക്കോ പൗഡർ ആൻഡ് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.